ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ചന്ദ്രികാസ് കിച്ചൻ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ടെറസ് ഗാർഡനിൽ ഉണ്ടായിട്ടുള്ള പച്ചക്കറിയുടെ ഒരു ചെറിയൊരു വിളവെടുപ്പ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരു വിളവെടുപ്പിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതിൽ പറഞ്ഞിരുന്നു കൂടുതൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെയ്യാമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്യണത്. ഇതിനു മുമ്പുള്ള വീഡിയോയ്ക്ക് ഞങ്ങൾക്ക് നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയത്. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. കൂടുതലും ആയിട്ട് ഞങ്ങൾ ഇനിയും സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഒത്തിരി സ്ഥലമൊന്നും നമ്മൾക്കില്ല, സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടെറസിലാണ് കൃഷി ചെയ്തിരിക്കുന്നത്. ടെറസിലാണെങ്കിലും ഈ പറയാൻ മാത്രം സ്ഥലമൊന്നും നമ്മൾക്കില്ല. ഉള്ള സ്ഥലത്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ബാക്കിയുള്ളവർക്കും കൂടെ ഇൻസ്പയർ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്ഥലപരിധി ഉള്ളവർ ഒട്ടും തന്നെ ആലോചിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്കും ഈ ഒരു കുറഞ്ഞ സ്ഥലപരിധിയിൽ ചെയ്ത് വിജയിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും ചെയ്ത് വിജയിക്കാനായിട്ട് സാധിക്കും. മടിയില്ലാത്ത മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ സ്ഥലപരിമിതിയിൽ വെച്ച് തന്നെ വിഷമില്ലാത്ത പച്ചക്കറി കൃഷി ചെയ്തെടുക്കാം. 10-15 വർഷമായിട്ട് നമ്മൾ ടെറസിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സ്ഥിരമായിട്ട് കിട്ടുന്ന ഒന്നാണ് വെണ്ടയ്ക്ക. മിക്കപ്പോഴും വെണ്ടയ്ക്ക ഉണ്ടാവാറുണ്ട്. ആദ്യം നമ്മൾ 10-15 അഗ്രോ ബാഗിലായിരുന്നു കൃഷി ചെയ്തിരുന്നത്. പിന്നീട് പതിയെ നമ്മൾ കൂടുതൽ കൃഷി അഗ്രോ ബാഗിൽ ചെയ്യാൻ തുടങ്ങി. അഗ്രോ ബാഗിൽ മാത്രമല്ല, അത്യാവശ്യം പ്ലാസ്റ്റിക് ആയിട്ടുള്ള പാത്രങ്ങളിലെല്ലാം പച്ചക്കറി നട്ടിട്ടുണ്ട്. തക്കാളിയും നമുക്ക് മിക്ക സമയത്തും ഇതേപോലെ കിട്ടാറുണ്ട്. മിക്കവാറും തക്കാളി കൊലകുത്തിയിട്ടാണ് ഉണ്ടാവാറ്. പിന്നെ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന സൈസൊന്നും തക്കാളിക്ക് ഉണ്ടാവാറില്ല. കാരണം നമ്മൾ ജൈവകൃഷിയാണല്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തോട്ടത്തിൽ എപ്പോഴും ഉണ്ടാവുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ എപ്പോഴും ഉള്ള ഒരു ഐറ്റം ഈ ഒരു പച്ചക്കറി കൊണ്ട് ഉണ്ടാവും. അതാരാന്ന് ചോദിച്ചാൽ നമ്മുടെ വഴുതനങ്ങ തന്നെ. പല ഷേപ്പിലായിട്ടും പല കളറിലായിട്ടും തന്നെ നമുക്ക് ഈ വഴുതനങ്ങ നമ്മുടെ ഈ ഒരു തോട്ടത്തിൽ കാണാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ ചെടിക്കുള്ള വിത്തെല്ലാം കൃഷിഭവനിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. വിത്തെല്ലാം നല്ല രീതിയിൽ മുളപ്പിച്ച് വളർത്തിയെടുത്ത് ചെടിയാക്കി കഴിഞ്ഞിട്ട് അതിലുള്ള വഴുതനങ്ങ തന്നെ നമ്മൾ പിന്നീട് വിത്തിന് വേണ്ടിയിട്ട് നിർത്തും. വെണ്ടയ്ക്ക, തക്കാളി, പയർ ഇതെല്ലാം അതുപോലെ തന്നെ വിത്തിന് വേണ്ടിയിട്ട് നമ്മൾ നിർത്തിയിട്ട് പിന്നീട് ആ വിത്ത് പാകിയാണ് നമ്മൾ വീണ്ടും ചെടിയായിട്ട് മുളപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വിത്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു ചെടിയുടെ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീണ്ടും പുതിയ നല്ല ചെടികൾ അതനുസരിച്ച് വളർത്തിയെടുത്ത് പിടിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ വിത്തിട്ട് ഉണ്ടാക്കിയപ്പോഴാണ് നമുക്ക് ഒരു ചെടിയിൽ തന്നെ പല ഷേപ്പിലും പല കളറിലുള്ള വഴുതനങ്ങ കിട്ടിയത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ പല ഷേപ്പിലും പല നിറത്തിലുള്ള വഴുതനങ്ങ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാൻ പറ്റും. വഴുതന വെച്ച് നമ്മൾ വഴുതനങ്ങ കറി അതുപോലെ തന്നെ വഴുതന ഫ്രൈ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ വഴുതനങ്ങ ബജ്ജിയെങ്കിലും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിക്കാറുണ്ട്. മിക്ക ദിവസങ്ങളിലും ഇതിൽ ഏതെങ്കിലും ഒരു വിഭവം നമ്മുടെ ഊണിൻ്റെ കൂടെ കാണും. അത് കഴിക്കാനും പ്രത്യേക രുചി തന്നെയാണ്. കൃഷി ചെയ്തേ പിന്നെ നമ്മൾ ഇതുവരെ പുറത്തുനിന്ന് മേടിക്കാത്ത 2 കാര്യങ്ങളാണ് നമ്മുടെ ടെറസ് ഗാർഡനിലുള്ളത്. 1 പച്ചമുളകും, 2 കറിവേപ്പിലയും. ഇതൊന്നും മാത്രമല്ല, നമ്മൾ സീസൺ അനുസരിച്ച് ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം കൃഷി ചെയ്ത് ഇട്ടിട്ടുണ്ട്. വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ആ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഇതിനുശേഷം നമ്മളൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. കൃഷി നമ്മൾ എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ വളങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രത്തോളം ചെയ്തെടുത്ത് സക്സസ് ആക്കി എടുത്തത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും.
വെജിറ്റബിൾസ് മാത്രമല്ല നമ്മൾ ഫ്രൂട്ട്സും നമ്മുടെ മട്ടുപ്പാവിൽ കൃഷി ചെയ്തിട്ടുണ്ട്. പേരയ്ക്കയും ഓറഞ്ചും. ഒരു പരീക്ഷണം എന്ന നിലയ്ക്കാണ് നമ്മൾ തൈ മേടിച്ച് വെച്ചത്. പക്ഷേ നമുക്കതിൽ ഓറഞ്ചും ഉണ്ടായി കിട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ പേരയ്ക്കയും ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് പേരമരത്തിൽ 2 വലിയ പേരൊക്കെ ഉണ്ടായതായിരുന്നു, നല്ല പഴുത്ത് നിന്നത്. അത് തത്തമ്മ കൊത്തിക്കൊണ്ട് പോയി. പിന്നീട് ഉണ്ടായതാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്